ചിരിക്കേ ചിരിച്ച്. ഇപ്പൊ മുടിയെല്ലാം മുറിച്ച് ഇപ്പൊ നല്ല കുട്ടപ്പനായി ജൂനിയർ മാൻഡ്രക്ക്. കുറേ ദിവസം കൊണ്ട് താടി മുടിയെല്ലാം വളർന്ന് വല്ലാണ്ട് വളർന്ന്. ഇതാണ് അനുപ്രകാശ്. കഴിച്ചു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം തിന്നുകയാണ് ഗൈസ്. പറഞ്ഞേ ഐസ്ക്രീം. പറഞ്ഞേ നമ്മള് പിന്നെ എടാ എപ്പോഴും മ്യൂസിക് ഇങ്ങനെ ഇടല്ല. ആ കുഞ്ഞിന്റെ അടുത്ത് പോവാ. നമ്മളെ ഇതും പറഞ്ഞാൽ കുഞ്ഞാട്ടിന്റെ അടുത്തേക്ക് പോവാന്ന്. അവിടെ ഇപ്പോ എന്റെ അച്ഛനും അമ്മയും കുറച്ച് ദിവസമായിട്ട് അവിടെ ഉള്ളത്. ഒരു 2-3 ആഴ്ചയായി അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാന്ന്, ഏച്ചിന്റെ വീട്ടിലേക്ക്. എല്ലാം നിനക്കാവണ്ടേ. പരിപ്പട അച്ഛനാ. ആ നമ്മളിപ്പോ ഈതന്റെ കുഞ്ഞാട്ടന്റെ വീട്ടിലേക്ക് പോവാന്ന്. അതായത് എന്റെ ഏച്ചീന്റെ വീട്ടിലേക്ക്. അപ്പോ അച്ഛനും അമ്മയെല്ലാം കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് ഉള്ളത്. രണ്ടാഴ്ചയോടെ ആയി അവിടെ ഉള്ളത്. അപ്പോൾ അച്ഛനെയും കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ പോകുന്ന വഴിയായത്. ഒരു വണ്ടി വന്നാൽ തീരെ കാണൂല. വന്നു കഴിഞ്ഞാൽ കനാലിൽ കിടക്കും. മുമ്പ് എൻ്റെ വേറെ വണ്ടിയിൽ പോലെ കനാലിൽ ആയിപ്പോയി ഉണ്ട്. ഇത് വേറെ പാട്ടായത് അച്ഛന്റെ. കൊണ്ടേ മകേ പ്രേരണീച്ചെന്ന് നോക്കലേ നെല്ലെടുത്ത് ഓരോന്ന് വെച്ചിട്ട് ഒച്ചപ്പാടേന് വന്ന് അമ്മയെല്ലാം എടുത്ത് വെച്ചാ. കാറ് എടുത്ത് വന്നിട്ട് പോകാം. കാറ് എടുത്ത് നാളെ വരാം, എന്നിട്ട് പോവാം. ഇന്ന് പോണാ? ഇന്ന് പോണ്ടല്ലോ. ഞാൻ വണ്ടി ഓടാനുണ്ട്, പോവാ. നമുക്ക് താടിയിൽ മുറിക്കാം, മുടിയെല്ലാം മുറിക്കാം. വാ മുറിച്ചിട്ട് പോവാ. കുഞ്ഞാവ ഇട്ട ഡ്രസ് എന്റേതല്ലേ? പൊന്നങ്ങോട്ട് അച്ഛനെ കൊണ്ടു. അന്ന് എത്ര നേരാ ഒച്ചപ്പാടാക്കിയതല്ലേ. കൊറേ നേരം ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി നിന്നേ. മനസ്സിലായില്ലോ എന്റെ അമ്മോ. കുറേ ദിവസം കൊണ്ട് താടി മുടിയെല്ലാം വളർന്ന് വല്ലാണ്ട് വളർന്ന് വന്നിച്ചില്ല. അപ്പൊ അതെല്ലാം ഒന്ന്
മൊത്തമൊന്ന് മുറിച്ച് വൃത്തിയാക്കണം. അങ്ങനെ ആക്കല നേരെ നേരെ അങ്ങനെ. അതെന്താ ഫുള്ള് ഇതാക്കുന്നില്ലേ? ചെറിയ പച്ചമാങ്ങ. അയ്യ കടിക്കല്ലേ, നിലത്ത് വീണതല്ലേ. വൃത്തിയായല്ലോ. കുളിച്ച് കഴിയുമ്പത്തേനോ അല്ലോ, കുളിച്ച് കഴിയുമ്പോ കുട്ടപ്പനാവുന്നു. കണ്ണ് പോളക്കുരുണ്ടാ? അതാ ചോന്നിട്ടുണ്ടല്ലോ. അമ്മേ പോളക്കുരു വന്നിട്ടുണ്ടാ? പോളക്കുരു ഉണ്ടോ? അച്ചാച്ചനെ കുളിപ്പിക്കുക, അച്ചാച്ചനെ കുളിപ്പിക്കുക സോപ്പലെടുത്തിട്ട്. അച്ചാച്ചനെ കുഞ്ഞാ കുളിപ്പിക്കും. ഇതാ കുഞ്ഞാണ്ട് ഇപ്പൊ കുളിപ്പിക്കുന്നു. നോക്കോ, കുഞ്ഞാണ്ട് ഇപ്പൊ കുളിപ്പിക്കുന്നുണ്ടേ. കുളിപ്പിക്കാത്ത ചൂടാ ചൂടുണ്ടാ? അച്ഛനെ ശരിയായിട്ട് കുളിപ്പിക്കൽ അമ്മ തന്നെയാണ്. ഞാനിങ്ങനെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യും. അച്ഛൻ ശരിക്കും ടോയ്ലറ്റിൽ സാധാരണ ഇതിൽ പോക്കില്ല. അപ്പം മരുന്ന് കൊടുത്തിട്ടാണ് പോവുക. അപ്പം മരുന്ന് കൊടുത്തിട്ട് ഓരോ ദിവസം ഇടവിട്ട് ദിവസമാണ് പോവുക. അപ്പം അന്നത്തെ ദിവസം നമ്മൾ കുളിപ്പിക്കുക. അപ്പം അങ്ങനെ പോകുന്ന ദിവസം ഞാനും വീട്ടിൽ തന്നെ നിൽക്കണം. അച്ഛനെ ഇതൊക്കെ അമ്മക്ക് കൊണ്ടുപോയി. ഇപ്പം അമ്മക്ക് നടുവേദനയായിട്ടാണ് ഉള്ളത്. ചാരിയെന്ന് വെച്ചാൽ പിന്നെ അച്ഛന് തെറാപ്പി ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഇനി തെറാപ്പിയുള്ള അച്ഛനെ ഞാനാ ചെയ്യൽ. ഇപ്പോൾ ഒരാഴ്ച കുറച്ച് ചെയ്യാണ്ടായതുകൊണ്ട് ഇപ്പം നടക്കാനും പറ്റുന്നില്ല. കൈ പൊന്തിച്ചേ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ പഴുപ്പ് ഇങ്ങനെ 6 കൊല്ലമായിട്ട് ഇതിലെ പഴുപ്പ് ഉണ്ട്. ഈ ഭാഗം ഇങ്ങനെ അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്തു. ഈ ഭാഗം ഇങ്ങനെ ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത് 6 മാസത്തോളം മാറ്റി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ച് 6 മാസത്തിന് ശേഷമാണ് വീണ്ടും ഇതിവിടെ ചെയ്തത്. അപ്പം അതിന് ശേഷം ഇങ്ങനെ ഇപ്പം ഏകദേശം 6 വർഷമായി. സുഭജ പ്രസവിച്ച സമയത്താണ് അച്ഛൻ്റെ ആയത്. എത്ര വർഷമായിട്ടും ആ പഴുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. വലത്തേക്ക് കുറച്ച് ക്ഷീണം വെള്ളം ഇങ്ങനെ ഉപ്പിയിട്ടേ കളയേണ്ടതാക്കുന്നുണ്ട്. കാലാത്തേക്ക് താത്തേക്ക് പറഞ്ഞു. അങ്ങനെ ഒറ്റക്ക് പൊന്തിക്ക്, ഒറ്റ കാലമായിട്ട് പൊന്തിക്ക്. ഈ കാലിൻ്റെ കളർ കണ്ട കറക്റ്റിട്ട് സ്ട്രോക്ക് വന്നതിന് ശേഷം ആയതാ. വലത്തെ കാലും കഴിയാൻ തളർന്നു. ചിരിച്ച് ഇപ്പം മുടിയെല്ലാം മുറിച്ച് ഇപ്പം നല്ല കുട്ടപ്പനായി. ജൂനിയർ മാൻഡ്രക്ക്. ഇത് കഴുത്തിൽ അച്ഛൻ ഓപ്പറേഷൻ ചെയ്തതിന് കഴുത്ത് ഇവിടെ. എൻ്റെ ഏച്ചി വരുന്നുണ്ട്, അനുപ്രകാശ്. ഏച്ചി ടീച്ചറാണ് കാട്ടാമ്പള്ളി സ്കൂളിൽ. നമ്മളെ നേരത്തെ വന്ന് എവിടെ വണ്ടിയുടെ വെച്ചത്? ഇന്ന് വണ്ടി എടുത്തിട്ട് പോയി.
സ്കൂൾ വരെയാ? ബസ് കിട്ടിയില്ല. ശരി. അച്ഛനെ കുളിപ്പിക്കുന്നതെല്ലാം അങ്ങ് വീഡിയോ എടുത്തു. അന്ന് എന്തോ ഒരു അലർച്ചയായിരുന്നു. അന്നേ പോയെന്നല്ലേ? ശരി. അത് ഹെൽമെറ്റ് ആയിക്കറ. ഇതാണ് അനുപ്രകാശ് അക്കച്ചി. ഇപ്പം കുറച്ച് നല്ലോണം പ്രശ്നമായിട്ടാണ് അച്ഛൻ. തെറാപ്പി ചെയ്യാത്തോണ്ടാണ്. ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങോട്ട് പോയ ആളെങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന ആൾ അല്ലേ? അല്ലേ? ഇന്ത്യയിലെ മുറിച്ച് ഓനിറക്കലുണ്ട് പോലും. കുഞ്ഞാവേനെ ഞാൻ ചാച്ചട്ടിയാണ്. അക്കച്ചീൻ്റെ ഇളയ മോൻ തേജസ് പ്രകാശ്. തേജസ് 4ാം ക്ലാസ്സല്ലേ? 5ാം ക്ലാസ്സിൽ. നല്ല ഉഷാറാണ് ആള്. നല്ലോണം പഠിക്കും കളിക്കും. പിന്നെ ആളും കൂടി ഉണ്ട്, മൂത്ത ആള്. അതെയാ? കാണിച്ചാ? അതിന് പറഞ്ഞാ നീ. തേജസിന്റെ ഒരു ചെറുപ്പത്തിലൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറയട്ടെ, ഇവനറിയില്ല അത്. ഇവൻ ചെറുപ്പത്തിൽ എന്താ ഇവൻ എത്രയാണ്? ഇവന് എനിക്കൊന്ന് 6 മാസം അങ്ങാട്ടുള്ളപ്പോ ഇവന്റെ കൈ കെട്ടിയിട്ടൊക്കെ അത് എന്നാലും പാവം ചെറിയത്. ഇവൻ എന്നാലും ഭയങ്കര വിശപ്പാശാണ്. എന്നിട്ട് ഇവൻ കൈ വായിൽ കുത്തിക്കയറ്റും. എന്നിട്ട് ഞാനൊരു അന്നേരം കോഴിക്കോട് പ്രസിലല്ലേ, ഞാൻ വന്നോക്ക് പക്കച്ചിവനെ കൈ രണ്ടും അപ്പുറം കെട്ടിയിട്ട് എന്നിട്ട് ഒരു കൈ വായിലേക്ക് ഇടാൻ നോക്കുമ്പോ മറ്റേ കൈ അങ്ങോട്ട് പോവില്ല. അങ്ങനെ പാവം അങ്ങനെ ആക്കിയിട്ട്. അപ്പൊ ഇതാണ് എൻ്റെ ചേച്ചി, അക്കച്ചീനെ വിളിക്കല്. പണ്ട് ഒരു അക്കച്ചിയുടെ കുഞ്ഞാവാന്റെ സിനിമ ഇറങ്ങി അല്ലേ പണ്ട്? അല്ല എന്നല്ലേ പേരിട്ട്? അപ്പൊ അന്നേരം അച്ഛൻ്റെ പെങ്ങള് നമ്മളെ അപ്പച്ചി, അതല്ല എല്ലാം ചേച്ചിയുണ്ട്. അപ്പൊ അപ്പച്ചിയാണ് നമ്മളെ. ഇല്ല ഇവിടെയൊക്കെ അപ്പൊ അങ്ങനെ അച്ഛൻ പറയട്ടെ. ബിരിയാണി അല്ല. അപ്പൊ അങ്ങനെ അക്കച്ചി എന്നാണ് ഞാൻ വിളിക്കല്. അക്കച്ചി ടീച്ചറാണ് കാട്ടാമ്പള്ളി സ്കൂളില്, എൽ പി സ്കൂളില് ടീച്ചർ. അളിയന്റെ പേര് പ്രകാശേട്ടൻ പഞ്ചായത്തിലാണ്. ഇപ്പം വയനാടാണ് ഉള്ളത്. അതായത് നേരത്തെ പ്രാവണ്ടാണ്. ഇപ്പൊ അമ്മയേച്ചല്ലിയുടെ അല്ല ഏച്ചിയും അച്ഛനും അല്ല അമ്മയച്ഛനിവിടെ വന്ന് നിന്നത്. അപ്പൊ അങ്ങനെയാണ്. വേറെ കുഞ്ഞ മോനെന്താ പറയാനുള്ളത്? ഞാൻ പോകുന്നു. ഇതെല്ലാം എടുത്തു നോക്കട്ടെ. നമുക്ക് പോവാം. ഓരോന്നും എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുവാന്ന്. ഏതൻ ഭയങ്കര തിരക്കായി. ഏതൻ എന്തോ പ്രശ്നം എടുക്കും. കാലിനെന്നാ അങ്ങോട്ട് മാറ്റി. ലൈറ്റ് ഇടുന്ന ക്ഷമയുണ്ട്. അച്ഛൻ കഴിക്കില്ലല്ലേ ഷവർമ്മ? വേണ്ടേ? ഏതിനും ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഇത് തടസ്സം. ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞേനെ. ഏതെന്റെ ഓട്ടം? നിങ്ങളെ ഫോൺ ഉണ്ടോ അതില്?
ഓക്കെ ബൈ. പോകാ പോകാ പോകാ. ഞങ്ങൾ വീടെത്താനായി. അപ്പോൾ അങ്ങനെ ഈ യാത്ര ഇവിടെ തീരുവാന്ന്. അപ്പോൾ അച്ഛന് കുറേ ദിവസമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങോട്ട് വരാത്തതിൻ്റെ വിഷമം. അപ്പോൾ അച്ഛനെ വിഷമമെല്ലാം എന്താ വേണ്ടേ പോണ്ടേ ഇവിടെ വേണ്ടേ പോടാ ഇവിടുത്തെ കല്ലച്ഛൻ വരാൻ വിചാരിച്ചേ വീട് പറഞ്ഞേ വീട് പറഞ്ഞേ കാക്കയുടെ